എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കെയർടെക്കിലാണ്, രാജകുമാരി. അപ്പോൾ ഞാനിവിടെ വന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാർഷിക ഉപകരണങ്ങളൊക്കെ പരിചയപ്പെടുത്താനാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ പരിചയപ്പെടാനുള്ളത് നമ്മുടെ ഹോസിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഹോസുകൾ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വ്യത്യസ്തതരമായിട്ടുള്ള ഈ ഹോസുകളെ പറ്റിയൊക്കെയാണ് നമുക്കറിയുന്നത്. നമ്മളെ പരിചയപ്പെടുത്തി വരുന്നത് നമ്മുടെ സോബിൻ സാറാണ്. നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ ഒരു കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ പൈപ്പുകളെ പറ്റിയൊക്കെ ഒരു ബ്രീഫായിട്ടൊരു വിവരണം ഞങ്ങൾക്ക് വേണ്ടി പറയാം. നമുക്ക് ഇതിപ്പോൾ HDP പൈപ്പുകൾ നമ്മുടെ ഇടുക്കി ജില്ല എന്ന് പറയുന്നത് തോട്ടം മേഖലയാണ്. തോട്ടം മേഖല ആകുമ്പോൾ നമുക്ക് ഒരുപാട് പൈപ്പ് കാര്യങ്ങളൊക്കെ ആവശ്യം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ തോട്ടത്തിൽ നമുക്ക് തോട്ടം നനയ്ക്കാനായിട്ട്, കുടിവെള്ളം എടുക്കാനായിട്ട്, അതുപോലെ തന്നെ ബോർവെൽ പമ്പ് സെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ പൈപ്പുകളെല്ലാം തന്നെ തോട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ 1.5 ഇഞ്ച് മുതൽ നമുക്ക് 14 ഇഞ്ച് വരെയുള്ള എല്ലാ HDP മെറ്റീരിയലുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് കുടിവെള്ളം വീടുകളിലോട്ടൊക്കെ കുടിവെള്ളം എടുക്കാനുള്ള പൈപ്പുകൾ, LDP പൈപ്പുകൾ, ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ തോട്ടത്തിൽ ഇപ്പോൾ ഏലത്തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇവർ രാവിലെ മരുന്നടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഓസുകളൊക്കെ നൂർത്തി ഇട്ടിട്ടാണ് ഇവർ ഈ പണികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു പണി ഒഴിവാക്കാനായിട്ട് നമുക്കിത് ഈ കാണുന്നതുണ്ട് ചുമന്ന ഓസ്. ഇത് ഇത് 5/8 എന്ന് പറഞ്ഞൊരു അളവാണ്. അപ്പോൾ നമുക്ക് മരുന്നടിക്കുന്ന മോട്ടറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മരുന്നടിക്കാനുള്ള പണികൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പൈപ്പ് പോലെ തന്നെ നമുക്ക് വലിയ HDP പൈപ്പ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ തോട്ടങ്ങളിൽ ചെടി നനയ്ക്കാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പൈപ്പുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 1/2 ഇഞ്ച് മുതൽ നമുക്ക് ഏകദേശം ഒരു 14 ഇഞ്ച് വരെയുള്ള പൈപ്പുകൾ നമുക്ക് കമ്പനിയിൽ നിന്ന് ലഭ്യമാണ്. ഇത് നമ്മുടെ തോട്ടം നനയ്ക്കാനായിട്ടും അതുപോലെ തോട്ടം നനയ്ക്കാനുള്ള കാര്യത്തിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. തോട്ടത്തിൽ നമുക്ക് നനയ്ക്കാനായിട്ട് മൈക്രോ ഇറിഗേഷൻ സംവിധാനങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വീടുകളിൽ നമുക്ക് കുടിവെള്ളത്തിനായിട്ടുള്ള HDP പൈപ്പുകൾ, അതുപോലെ തോട്ടത്തിൽ ഉപയോഗിക്കാനായിട്ടുള്ള LDP പൈപ്പുകൾ, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് 100 മീറ്റർ മുതൽ 100 മീറ്ററായിട്ടും റോളായിട്ടും തോട്ടത്തിൻ്റെ വലിയ തോട്ടങ്ങളിലാണെങ്കിൽ അതനുസരിച്ച് കൊടുക്കാൻ പറ്റിയ 500 മീറ്റർ, 1000 മീറ്റർ ഇങ്ങനെ ഉള്ള റേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഇരിക്കുന്ന ഒരു പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടത്തിൽ നമ്മൾ ഇടുന്നതാണോ? ഇത് നമുക്ക് ചെറിയ പൈപ്പാണ്. ഈ പൈപ്പ് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ദൂരത്തിലോട്ട് വെള്ളം കൊണ്ടുവരാനോ അതല്ലെങ്കിൽ കുടിവെള്ള പദ്ധതികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പൈപ്പുകളാണ്. ഇത് എത്ര? 1/2 ഇഞ്ച് ഉള്ളൂ. 1/2 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച്, 1.25 ഇഞ്ച്, അങ്ങനെ എല്ലാ റേഞ്ചിലും ഇത് നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഫ്ലെക്സിബിൾ ആണ്. ഇതുണ്ടോ? ഫ്ലെക്സിബിൾ ആണ്. ഇത്ര ചെറുതായിട്ട് ചുറ്റണമെന്നുണ്ടെങ്കിൽ നല്ല LDP മെറ്റീരിയലാണ്. HDP ആകുമ്പോൾ ഇച്ചിരി കൂടെ നല്ല ഹാർഡായിട്ട് വരും. അതുപോലെ തന്നെ ലോങ് ലൈഫും ഉണ്ടാവും HDP പൈപ്പ് ആകുമ്പോൾ. അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റീലിൻ്റെ കുറച്ച് അതെ, അത് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് മാർക്കറ്റിൽ ലഭിക്കുന്ന ടാങ്കാണ്. അത് ഫുൾ SS ആണ് ടാങ്ക്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പണ്ട് മുതലേ സാധാരണ വാട്ടർ ടാങ്കുകൾ HDP മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടാങ്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് പായൽ പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് നമ്മൾ ഫുൾ SS ആണ്. അപ്പോൾ പായൽ പിടിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനെയുള്ള പ്രത്യേകതയാണ് നമുക്ക് ഈ ടാങ്കിനുള്ളത്. ഇത് സാധാ ഓസല്ലേ? അത് സാധാ ഓസാണ്. സാധാ LDP പൈപ്പ്. സാധാ LDP പൈപ്പ് തന്നെയാണ്. അപ്പോൾ ഒരു ഓസിൻ്റെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ അല്ലേ? ഓസിന് നമുക്ക് എല്ലാ റേഞ്ചിലും ഉള്ള നമ്മുടെ തോട്ടത്തിൽ ഉപയോഗിക്കാനും വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ടൈപ്പിലുള്ള HDP പൈപ്പുകളും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇത്രയും പൈപ്പുകളുള്ള സമയത്ത് നമ്മൾ തോട്ടങ്ങളിൽ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ടോ? പൈപ്പ് നമ്മൾ തോട്ടങ്ങളിൽ ഫിക്സഡ് ആയിട്ട് നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തോട്ടത്തിൽ പോയി എസ്റ്റിമേറ്റ് എടുത്ത് അവരുടെ തോട്ടത്തിൻ്റെ എത്ര ഏക്കറാണോ അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ തോട്ടക്കാർ മുതൽ വലിയ തോട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ പൈപ്പുകളും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ലേബേഴ്സിൻ്റെ അവർ ചെയ്ത് വർക്കെല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, ഒരുപാട് നന്ദി സാറേ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ വിവരണം ഈ പൈപ്പുകളെ പറ്റി തന്നതിന്. ഓക്കെ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ക്ലിയർടെക് രാജകുമാരി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ആവറേജ് വില വിവരം ഒന്ന് പറയാൻ സാധിക്കുമോ? തോട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ പലവിധ പൈപ്പുകൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നു. അത് നമുക്ക് ഒരുപാട് റേഞ്ചിലുള്ള പൈപ്പുകളുണ്ട്. അത് കറുത്തതുണ്ട്, ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ റെഡ് കളറിൽ അവൈലബിൾ ആണ്, യെല്ലോ കളറിൽ അവൈലബിൾ ആണ്. പല റേഞ്ചിലുള്ള പൈപ്പുകളുണ്ട്. അത് നമുക്കൊരു 30 രൂപ മുതൽ 30, 35, 40, 45, 50 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് പൈപ്പിൻ്റെ വില വരുന്നത്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സാധാരണ ഇത് 5/8 എന്നാണ് ഈ പൈപ്പിൻ്റെ അളവ് പറയുന്നത്. അത് നമുക്ക് 20 mm 20 kg
ജിയിലും 25 kg യിലും 35 kg യിലും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ സാറേ, അപ്പോൾ ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. ഇൻഫർമേഷൻ നമ്മുടെ കർഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നതിൽ താങ്ക് യു. ഓക്കെ. അപ്പോൾ ഈ ഒരു പൈപ്പൊക്കെ കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സർവീസുകൾ കിട്ടണമെങ്കിലോ ഒക്കെ നമ്മുടെ ക്ലിയർ ടെക്കിനെ സമീപിക്കുക, രാജകുമാരി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.